ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവപാപ പരിഹാരമാണ് രുദ്രാക്ഷം. സർവ ഐശ്വര്യപ്രദായകമാണ് രുദ്രാക്ഷം. സകല രോഗനിവാരണമാണ് രുദ്രാക്ഷം. ആ രുദ്രാക്ഷത്തിനെ കുറിച്ചാണ് ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഈ സത്സംഗമത്തിൽ ഈ ശിവഭക്ത സംയോഗത്തിൽ നമ്മൾ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത്. രുദ്രാക്ഷത്തിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹാഭാഗ്യമാണ്. അപ്പോൾ അത് ധരിച്ചാലത്തെ ഫലം എത്രയായിരിക്കും ചിന്തിക്കാൻ പോലുമില്ല. ഈ രുദ്രാക്ഷം എന്താണ്, അത് എവിടുന്നാണ് ഭൂമിയിലേക്ക് ലഭിച്ചത്, ഇത് എത്ര തരമുണ്ട്, ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മരിക്കുക എന്നുള്ളതാണ്. നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രുദ്രാക്ഷം. ആ വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട്. രുദ്രൻ എന്ന് പറഞ്ഞ മഹാദേവൻ, അക്ഷം ച കണ്ണ്. അപ്പൊ ശിവന്റെ കണ്ണിൽ നിന്നാണ് ഉണ്ടായത് എന്ന് യാതൊരു സംശയവും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഈ രുദ്രാക്ഷത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം ആ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നമുക്കത് തുടങ്ങാം. ത്രിപുരൻ എന്ന് പറയുന്ന അസുരനെ വധിക്കാനായിക്കൊണ്ട് മഹാദേവൻ എല്ലാ ദേവന്മാരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ത്രിപുരാസുരനെ വധിക്കാനായിക്കൊണ്ട് അഘോരാസ്ത്രത്തിനെ സ്മരിക്കുന്നു. അങ്ങനെ അതിഭയങ്കരമായ യുദ്ധം തുടങ്ങിയപ്പോൾ 1000 ദിവ്യവർഷം കണ്ണു തുറന്നിരുന്നു മഹാദേവൻ, ഉറങ്ങാതെ. 1000 ദിവ്യവർഷം. അങ്ങനെ അനേക വർഷം നിന്നപ്പോൾ മഹാദേവന്റെ 3 കണ്ണിൽ നിന്ന്, വലത്തെ കണ്ണ്, ഇടത്തെ കണ്ണ്, തൃക്കണ്ണ്, ഈ 3 കണ്ണിൽ നിന്നും ഒരേ തുള്ളി ജലം ബാഷ്പജലം താഴേക്കൊഴുകി ഭൂമിയിൽ പതിച്ചു. ഈ ബാഷ്പജലത്തിൽ ഈ കണ്ണീരിൽ നിന്നാണ് തുള്ളിയിൽ നിന്നാണ് കണ്ണീരിൽ നിന്നുണ്ടായ തുള്ളിയിൽ നിന്നാണ് രുദ്രാക്ഷത്തിന്റെ ജനനം. വലിയൊരു രുദ്രാക്ഷ വൃക്ഷമുണ്ടായി. ആ മഹാവൃക്ഷത്തിൽ രുദ്രാക്ഷങ്ങൾ ഉണ്ടായി. എങ്ങനെയാണ് ഉണ്ടായത്? മൊത്തം 38 തരത്തിലായിരുന്നു ആദ്യം രുദ്രാക്ഷം ഉണ്ടായത്. ഏതൊക്കെയാ 38? മഹാദേവന്റെ വലത്തെ കണ്ണ് എന്നറിയപ്പെടുന്ന സൂര്യൻ, ആ സൂര്യനാകുന്ന വലത്തെ കണ്ണിൽ നിന്ന് 12 വിധത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടായി. ഇടത്തെ കണ്ണായ ചന്ദ്രൻ, ആ ചന്ദ്രനിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള 16 രുദ്രാക്ഷങ്ങൾ ഉണ്ടായി. മൂന്നാമത്തെ കണ്ണ് നമുക്കറിയാം, അഗ്നിതത്വമായ തൃക്കണ്ണ്, എല്ലാറ്റിനെയും സംഹരിക്കുന്ന തൃക്കണ്ണിൽ നിന്ന് അഗ്നിവർണമായ ആ 10 രുദ്രാക്ഷങ്ങൾ. അങ്ങനെ 12ഉം 16ഉം 10ഉം മൊത്തം 38 രുദ്രാക്ഷങ്ങൾ ഉണ്ടായി. ഈ രുദ്രാക്ഷങ്ങൾ 14 തരത്തിലാണ് എന്നറിയപ്പെടുന്നു. ഇത് ദേവീ ഭാഗവതത്തിലെ ആ 11ാം സ്കന്ധത്തിലെ 3-4 അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ദേവീ ഭാഗവതം 11ാം സ്കന്ധം 3ാം അധ്യായത്തിൽ രുദ്രാക്ഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 14 മുഖങ്ങൾ വരെയുള്ളതായ രുദ്രാക്ഷങ്ങൾ. മുഖം എന്ന് പറഞ്ഞാൽ പാർട്ടായിട്ട് ഇങ്ങനെ രുദ്രാക്ഷത്തിനെ പലതരത്തായിട്ട് അതിൻ്റെ ഒക്കെ വിളവ് കാണാം. അങ്ങനെ ആ 14 മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു തീർക്കാം. ഒരു മുഖമുള്ള ഏകരുദ്രം എന്നറിയപ്പെടുന്ന ആദ്യത്തെ രുദ്രാക്ഷം അത് ശിവനാണ്, മഹാദേവനാണ്. സജ്ജനങ്ങളെ നിന്ദിച്ചാലുണ്ടാകുന്ന പാപം കളയാൻ ഏറ്റവും തത്വം ആ ശിവതത്വമായ ഒരു മുഖമുള്ള രുദ്രാക്ഷമാണ്. അതാണ് ധരിക്കേണ്ടത് എന്നാണ് പറയാൻ ശരിക്ക്. 2 മുഖമുള്ളത് സർവദേവതകളുടെയും ആസ്ഥാനമാണ്. 3 മുഖമുള്ളതായ അത് അഗ്നിതത്വമാണ്. അത് സ്ത്രീകളെ ഉപദ്രവിച്ചാൽ, സ്ത്രീകളെ അപമാനിച്ചാൽ ഉണ്ടാകുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. 4ാമത്തേത് ബ്രഹ്മാവ് എന്നറിയപ്പെടുന്നു.
4 മുഖമുള്ളത് ബ്രഹ്മാവാണ്. അത് നരഹത്യ പാപത്തിൽ നിന്ന് മനുഷ്യന്മാരെ വധിക്കുക എന്നുള്ള പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളതാണ്. അതുപോലെ 5 രുദ്രമുള്ളത് കാലാഗ്നി എന്നറിയപ്പെടുന്നു രുദ്രൻ. കാലാഗ്നിയാണ് ഏറ്റവും പേടിക്കാനുള്ളത് രുദ്രൻ. അത് അഭക്ഷ്യ ഭക്ഷണം, കഴിക്കാൻ പാടാത്ത ഭക്ഷണം കഴിച്ചാൽ, പോകാൻ പാടാത്തോടത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന പാപങ്ങളെ കളയാൻ കാലാഗ്നിയാകുന്ന ഈ 5 മുഖമുള്ള രുദ്രാക്ഷം. അതുപോലെ 6 മുഖമുള്ളത് സ്കന്ദൻ. 7 മുഖമുള്ളത് കാമദേവൻ. സകല ആഗ്രഹങ്ങളും സാധിക്കാൻ 7 മുഖമുള്ള കാമദേവൻ. 8ാമത്തേത് ഗണപതി. സർവ തടസ്സങ്ങളെയും നീക്കുന്ന ഗണപതിയെ പ്രതിനിധീകരിക്കുന്നതാണ് 8 മുഖമുള്ളത്. 9 മുഖമുള്ളത് ഭൈരവൻ. കാലഭൈരവൻ എന്നറിയപ്പെടുന്ന ആ ഭൈരവൻ, ആ സകല പാപങ്ങളെയും നശിപ്പിച്ച് കളയുന്ന ഭൈരവൻ. അതുപോലെ 10 വിഷ്ണുവാണ്. സർവബാധാശമനത്തിനും എല്ലാ പ്രശ്നങ്ങളും തീരാൻ 10 മുഖമുള്ള വിഷ്ണു ഭഗവാൻ. 11 ഏകാദശ രുദ്രന്മാരെ. രുദ്രൻ മഹാദേവൻ ഭൂമിയിൽ 11 രുദ്രന്മാരായിട്ട് ജനിച്ചു എന്ന് പറയപ്പെടും. ഈ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലെ ഏകാദശ രുദ്രന്മാരെ കുറിച്ച് പറയും. രുദ്രൻ ചായ കരയുന്നവനായിരുന്നു അന്നത്തെ അർത്ഥം. ആ 11 രുദ്രന്മാരെ ഏകാദശ രുദ്രന്മാരെ എന്നാണ് 11 മുഖമുള്ള. അത് നടത്തി കഴിഞ്ഞാൽ സകല ഫലങ്ങളും നമുക്ക് കിട്ടുന്നു. അതുപോലെ 12 മുഖമുള്ളത് സൂര്യന്മാരാണ്. 12 സൂര്യന്മാര്, 12 ആതിഥേയന്മാര്. അത് സകല ഭയങ്ങളും നശിപ്പിച്ച് കളയുന്നു. 13 കാർത്തികേയനാണ്. സുബ്രഹ്മണ്യന്റെയാണ്. പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം തുടങ്ങിയതായ എല്ലാറ്റും കിട്ടാൻ ഈ 13 മുഖമുള്ള കാർത്തികേയൻ. 14 മുഖമുള്ളത് മഹാദേവൻ തന്നെയാണ്. അത് ശിരസിലാണ് ധരിക്കേണ്ടത്. ഈ 14 മുഖമാണ്. ഏകമുഖം 14 മുഖമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിലെ ഈ 14 മുഖമുള്ളത് ശിരസിലാണ്. അത് ശിവതുല്യനാണ്. ചിത്തസമാധാനം ഉണ്ടാകാനും കുടുംബ കലഹങ്ങൾ ഇല്ലാതിരിക്കാനും ഒക്കെ ഒരാളെങ്കിലും കുടുംബത്തിൽ ഇത് ധരിക്കണം. ഈ രുദ്രാക്ഷ മാല ഉണ്ടാക്കുക. രുദ്രാക്ഷങ്ങൾ എടുത്താൽ അത് കോർക്കണതിന് മുമ്പ് തുളയ്ക്കണമല്ലോ. ആ തുളയ്ക്കുമ്പോ ബിന്ദുവിൽ കൂടെ തുളയ്ക്കാം. അപ്പൊ തുളയ്ക്കുമ്പോ രുദ്രാക്ഷങ്ങൾ എടുത്താൽ തുളയ്ക്കുന്നതിന് മുമ്പ് രുദ്രാക്ഷം എടുത്ത് നോക്കിയാൽ കാണാം അതിന്റെ എത്ര മുഖമാണോ അതിന്റെ മുകളിൽ ഒരു ബിന്ദു ആയിട്ടുള്ള ഇത് കാണാം. അതിന്റെ അടിഭാഗം പുച്ഛം എന്നറിയപ്പെടുക. അപ്പൊ രുദ്രാക്ഷത്തിന്റെ മുഖങ്ങളെ ബ്രഹ്മാവായിട്ടും ബിന്ദുവിനെ മഹാദേവനായിട്ടും അടിഭാഗത്തിനെ വിഷ്ണുവായിട്ടും സങ്കല്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ത്രിമൂർത്തികളുടെ ആസ്ഥാനമാണ് രുദ്രാക്ഷം. ത്രിമൂർത്തി ആരാധന അതിൽ കൂടെ അങ്ങ് കഴിയും. സകല പാപങ്ങളും പോകും. അതുകൊണ്ട് ഈ രുദ്രാക്ഷമെടുത്ത് അതിനെ ശുദ്ധി ചെയ്ത് മാല കോർക്കുക. സ്വർണത്തിലോ വെള്ളിയിലോ മാല കോർക്കാവുന്നതാണ്. പൂണൂലിൽ കെട്ടിയിട്ടിട്ട് അതിൽ കൊണ്ട് നടക്കാം. എന്നിട്ട് ഓരോ ഭാഗങ്ങൾ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ധരിക്കാം. കണ്ഠത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠം. അശുദ്ധിയുള്ളപ്പോൾ ധരിക്കരുത്. അശുദ്ധിക്ക് ശൗചം ഇതിനൊക്കെ പോകുമ്പോൾ അതൊക്കെ അഴിച്ച് ശുദ്ധമായൊരു സ്ഥലത്ത് വെക്കുക. ദിവസവും വെള്ളം തൊട്ട് ഒന്ന് തുടച്ചിട്ട് മനസ്സിൽ നമശിവായ ചൊല്ലി ഭസ്മം ഒന്ന് തൊഴുകെങ്കിലും ചെയ്തിട്ട്, പണ്ടത്തെ പോലെ ധരിച്ചു നടക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളൊക്കെ ചെയ്തോളൂ. പക്ഷെ രുദ്രാക്ഷത്തിന് അശുദ്ധി വരാൻ പാടുകയില്ല. ഈ രുദ്രാക്ഷം മാലയിൽ കോർക്കാൻ ചില കണക്കുകളുണ്ട്. അത് ദേവി ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 108 രുദ്രാക്ഷമായിട്ട് വലിയ മാല കോർക്കാം. 50 രുദ്രാക്ഷങ്ങളായിട്ട് അതിന്റെ താഴെയുള്ള മാലയായിട്ട് കോർക്കാം. 27 രുദ്രാക്ഷങ്ങൾ ഉപയോഗിച്ച് കോർക്കാം. 10 രുദ്രാക്ഷങ്ങളായിട്ട് കോർക്കാം. 108, 50, 27, 10 എന്നിങ്ങനെ രുദ്രാക്ഷങ്ങൾ. അതൊക്കെ ഈ രുദ്രാക്ഷം സകല പാപ. ഈ രുദ്രാക്ഷത്തിന്റെ മഹിമ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാന. അതിനൊരു കഥ തന്നെയുണ്ട്. ഒരു കഴുത, ഒരു ആള് കഴുതയെ കൊണ്ടു നടന്നിട്ട് രുദ്രാക്ഷം വിറ്റ് ജീവിക്കുന്ന ആളാ. രുദ്രാക്ഷം എടുത്ത് കഴുതയുടെ മുകളിൽ അങ്ങ് വെച്ചു. കഴുത ഇങ്ങനെ നടത്തിക്കുക. കഴുതയ്ക്ക് വയ്യാണ്ടേ നടന്നിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ആ കഴുത അങ്ങോട്ട് ചത്തു വീണു. അവിടെ ദേഹത്ത് മുഴുവൻ രുദ്രാക്ഷായിരിക്കുന്നത് ചത്തു വീണ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ശിവഭടന്മാർ വരുന്നു. ആ കഴുതയുടെ മൃതശരീരത്തിൽ നിന്ന് ഒരു സുന്ദരമായ ശിവസ്വരൂപം മുകളിലേക്ക് പോകുന്നു. അങ്ങനെ കൈലാസത്തിലേക്ക് ആ കഴുത എത്തി എന്നൊരു കഥ. ഇങ്ങനെ അനവധി കഥകൾ. രുദ്രാക്ഷ മഹിമ. രുദ്രാക്ഷം ധരിക്കുക, ഭസ്മം തൊടുക,
കൂവളത്തിന്റെ ഇല കൊണ്ട് ആ ശിവലിംഗത്തിൽ ഒരർച്ചന ചെയ്യാൻ സാധിക്കുക. അത് ശിവരാത്രി ദിവസമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി. ശിവരാത്രി ദിവസമൊക്കെ നമ്മൾ അറിയാതെ ഒന്ന് ചെയ്തു പോയാൽ മതി. ഈ രുദ്രാക്ഷം സകല രോഗങ്ങൾക്കും അതാണ് പ്രധാനപ്പെട്ടത്. പ്രഷറിന് വളരെ പ്രധാനമാണ് ഈ രുദ്രാക്ഷം. വെറുതെ കയ്യിൽ കെട്ടിയാൽ മതി, പ്രഷറങ്ങ് ചുരുങ്ങി ചുരുങ്ങി വരെ കാണാം. അതിന് ജപവും ധ്യാനവും ഇതിന് വളരെ പ്രധാനമാണ്. പഞ്ചാക്ഷരം ജപിച്ച് കുളിച്ചു വന്ന് ഭസ്മം എടുത്ത് കയ്യിൽ പിടിച്ച് പഞ്ചാക്ഷരം ജപിച്ച് തൊട്ടിട്ട് രുദ്രാക്ഷം എടുത്ത് കഴുത്തിലിടാവൂ, കഴുത്തിൽ ധരിക്കാവൂ. ഇത് കഴുത്തിൽ ധരിച്ചാൽ പറയാൻ പാടാത്ത വാക്കുകൾ പറയാൻ പാടുകയില്ല, ചിന്തിക്കാൻ പാടാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല, മറ്റുള്ളവരെ കളിയാക്കുക. തമാശക്കൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ പലതൊക്കെ പറയാം, പക്ഷെ കാര്യമായിട്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. കഴിക്കാൻ പാടാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുകയില്ല. ഇങ്ങനെയുള്ള ചില ചിട്ടകൾ നമ്മൾ പാലിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി ഈ രുദ്രാക്ഷ ധാരണത്തിൽ. ഇങ്ങനെ ഈ രുദ്രാക്ഷം ധരിച്ചാൽ നമ്മൾ സ്വയം നീലകണ്ഠനായിത്തീരുന്നു. ഈ സ്വയം നീലകണ്ഠനായി തീരാൻ ഈ രുദ്രാക്ഷം ധരിച്ച് ഭസ്മം തൊട്ട് ആ കൂവളത്തിന്റെ ഇല കൊണ്ട് ആ ശിവലിംഗത്തിലെ വീട്ടിൽ കൊണ്ടുവച്ചോളൂ. നിങ്ങളുടെ അമ്പലത്തിലൊന്നും പോയി ബുദ്ധിമുട്ടാൻ ചിലപ്പോൾ സമയമില്ലെങ്കിൽ വേണ്ട. വീട്ടിലൊരു ചെറിയ ശിവലിംഗം കൊണ്ടുവയ്ക്കുക, ഒരു പാത്രത്തിൽ വെച്ച് ഒരു ജലധാര നടത്തുക, എന്നിട്ട് കൂവളത്തിന്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുക. ആ രുദ്രാക്ഷം ധരിച്ച് പഞ്ചാക്ഷരം ഇങ്ങനെ ജപിച്ചു കൊള്ളുക. ഓം നമ ശിവായ നമ ശിവായ പഞ്ചാക്ഷരം ജപിച്ചു കൊള്ളുക. ഇത്രയും ചെയ്താൽ തന്നെ സകല പാപപരിഹാരങ്ങളുമാണ്. ഒന്നിനും ഓടണ്ട 10 പൈസ ചെലവാക്കി ഒരു വഴിപാട് ചെയ്തില്ലെങ്കിലും ഇത് മുഴുവൻ തീർക്കാൻ ഈ രുദ്രാക്ഷത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് രുദ്രാക്ഷത്തിനെ അതിന്റെ മുഖങ്ങൾ നോക്കി അതിന്റെ ശരിയായ രീതിയിലെടുത്ത് ഗുരു ഉപദേശത്തോടുകൂടി അതെടുത്ത് കഴുത്തിൽ ചാർത്തിയാൽ വളരെ നല്ലതാണ്. എന്നിട്ട് ശങ്കരാചാര്യ വിരചിതമായ നിർവാണ ശൽക്കം എന്ന് പറയുന്ന 6 ശ്ലോകമുള്ള ഒരു കവിതയുണ്ട് ശങ്കരാചാര്യരെ. ശിവോഹം ശിവോഹം, ഞാൻ ശിവനാകുന്നു ശിവനാകുന്നു എന്ന് പറയുന്ന ആ നിർവാണ ശൽക്കം വേണ്ടതുപോലെ ജപിക്കാൻ കൂടി സാധിച്ചാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു. അതുകൊണ്ട് ജീവിതത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ, ഗ്രഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ആരും ഓടി നടക്കണ്ട. വീട്ടിലിരുന്ന് ആ രുദ്രാക്ഷം ജപിച്ച് ആ ശിവനാമം സാധിച്ച് ആ രുദ്രാക്ഷത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് സകല രോഗങ്ങളെയും സകല പാപങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ജീവിതം സാർത്ഥകമാക്കി ജീവിതം ആനന്ദപൂർണമാക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ.